എല്ലാവർക്കും ക്ലാഷ് ഓഫ് ടൈറ്റൻസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പൊ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളൊരു ഓണം ക്ലാഷ് ആണ് നമ്മളിത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് എല്ലാവർക്കും തിരുവോണാശംസകളും ഓണാശംസകളും നേരുന്നു. എല്ലാവരും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള. അപ്പൊ നമ്മളിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് 1998 ഓണം ക്ലാഷ് ആയിരുന്നു. അപ്പൊ അന്ന് സെപ്റ്റംബർ 4 തിരുവോണത്തിനായിരുന്നു എല്ലാ സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. നോക്കാം നമുക്ക്. സിനിമകൾ റിലീസായിട്ട് തന്നെ അത് അന്ന് കണ്ട വലിയൊരു ക്ലാഷ് ആയിരുന്നു. ബിഗ് ഗംസിന്റെ ഫിലിംസ്, അതേപോലെ തന്നെ മെയിൻ ലീഗിൽ നിന്നിരുന്ന 5 പേരും അതിലുണ്ടായിരുന്നു. അത് ക്ലാഷ് വന്ന ഫിലിംസ് 3 ഒന്ന് ഹരികൃഷ്ണൻസ്, മമ്മൂട്ടി മോഹൻലാലും അഭിനയിക്കുന്നു. രണ്ടാമത്തെ സമ്മറും ബത്ലയും, ജയറാമും സുരേഷ് ഗോപി മോഹൻലാലും അഭിനയിക്കുന്നു. അടുത്ത സിനിമ പഞ്ചാബി ഹൗസ്, ദിലീപിന്റെ സിനിമ. കട്ടക്ക് ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഫിലിം ഡയറക്ടർ, ക്രാഫ്റ്റ്സ്മാൻ, എല്ലാ ജോണിലും പരീക്ഷിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഫാസിലിന്റെ സിനിമയാണ്. സിനിമയുടെ സ്ക്രിപ്റ്റ് ഫാസിൽ തന്നെയാണ്. സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ പ്രൊഡക്ഷനാണ്. സുചിത്ര മോഹൻലാലായിരുന്നു നിർമ്മാണം. മമ്മൂട്ടി മോഹൻലാൽ കുറെ വർഷത്തിന് ശേഷം ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമ എന്നുള്ള നിലയിൽ വന്ന സിനിമ. അന്ന് ഒരു റെക്കോർഡ് ബ്രേക്കർ എന്നുള്ള ലെവൽ തന്നെയാണ് ആ സിനിമ വന്നത്. അതൊരു ഓണം സിനിമ. അത് കുറച്ച് ഫെസ്റ്റിവൽ മൂഡും ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് സിനിമയൊക്കെയാണ്. തമാശകളും. അതെ. സിനിമയില് മെയിൻ കാസ്റ്റ് മമ്മൂട്ടി, മോഹൻലാൽ, ജൂഹി ചൗള. മലയാളത്തിൽ നിന്നൊരു നായിക ഉണ്ടായിരുന്നില്ല. 2 പേര്. ആ നായികയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ച് സീൻ അങ്ങനെയാണ്. പിന്നെ അനിയത്തിപ്രാവിന് ശേഷം കുഞ്ചാക്കോ ബോബൻ ഫാസിലിന്റെ തന്നെ സിനിമയിൽ അഭിനയിക്കുക. ആ കുഞ്ചാക്കോന്റെ റോളും ഭയങ്കര ഇമ്പോർട്ടന്റ് റോളായിരുന്നു. പിന്നെ സിനിമയിലെ വില്ലന്മാർ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ 2 പേര് വരുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് വില്ലനായിട്ട് വന്ന് ഹേമന്ത് രാവണും ബാബുരാജും ആയിരുന്നു. അത് ആ സിനിമ, അത് ഹേമന്ത് രാവൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃകത്തൊക്കെ വില്ലൻ. അപ്പൊ ആ സിനിമയുടെ അന്നത്തെ ഗ്രാഫ്, മ്യൂസിക് പിന്നെ പ്രത്യേകം പറയണം ഔസേ ബച്ചനാണ്. ഫാസിലിന്റെ സ്ഥിര ആളുകളുള്ള ഒരാളാണ്. പിന്നെ ആ സിനിമയുടെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് സോങ്സ് ആണ്. ആ സിനിമയിൽ ഗുപ്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത് നമ്മുടെ രാജീവ് മേനോൻ, ഡയറക്ടർ രാജീവ് മേനോൻ. അതേപോലെ തന്നെ ആ സിനിമയിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടേഴ്സിന്റെ കാര്യമാണ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്നുള്ള സെക്കൻഡ് യൂണിറ്റ്, അതായത് ഒരാൾ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരാൾ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യും. നമ്മുടെ മണിച്ചിത്രത്താഴം അങ്ങനെ തന്നെ. അതെ അതെ അതെ. കാരണം അത്ര വലിയൊരു പ്രൊജക്റ്റ് ആണ്. അപ്പൊ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. കാരണം നമുക്കിത് ഇന്നാള് ഷൂട്ട് ചെയ്ത നമുക്കറിയില്ല, ബ്ലെൻഡ് ആണ്. അത് അവര് പറയുമ്പോഴാണ് ഇത് ഇയാളാണ് ഷൂട്ട് ചെയ്ത നമുക്ക് അറിയുള്ളൂ, അല്ലാണ്ട് നമുക്ക് അറിയില്ലായിരുന്നു. സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖ് ലാൽ ഓൾറെഡി ഫാസിലിന്റെ അസിസ്റ്റന്റ് ആണ്. പിന്നെ പ്രിയദർശൻ, അത് എടുത്ത് പറയേണ്ട പേരാട്ടോ. അതേമാതിരി സിബി മലയാളിന്റെ ഓൾറെഡി ഒരു പടം ഉണ്ട് ക്ലാഷ്. സിബി മലയാളി സെക്കൻഡ് യൂണിറ്റ്. അന്ന് അവര് 4 പേരും അത്രയും ഹെവി ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ സിനിമ വിചാരിച്ച മാതിരി തന്നെ ഗംഭീര വിജയമായിരുന്നു സിനിമ. അന്ന് ഈ സിനിമയ്ക്ക് ഇരട്ട ക്ലൈമാക്സ് ചിത്രീകരിച്ചതാന്ന് വലിയൊരു സംഗതിയായിരുന്നു. അതായത് ചില സ്ഥലങ്ങളിൽ മമ്മൂട്ടി ക്ലൈമാക്സിൽ ഹീറോയിനെ കല്യാണം കഴിക്കും, ചില സ്ഥലത്തും ലാലേട്ടൻ കല്യാണം കഴിക്കും. പക്ഷെ മമ്മൂട്ടി അങ്ങനെ ഇതായിട്ടുള്ള ക്ലൈമാക്സ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതിലൊക്കെ മോഹൻലാലിനെ സെലക്ഷൻ തന്നെ കണ്ടിട്ടുള്ളത്. ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മള് പണ്ട് കാലത്തെ ഡയലോഗ്സിനെ പറ്റി പറയുന്നത്, ഇതില് ഗുപ്തൻ ചായ ഒതുക്കി സ്ഥിരം നമ്മൾ എപ്പോ എവിടെ പോയാലും ചായ കുടിക്കുന്ന സമയത്ത് ഈ ഡയലോഗ്. അതുപോലെ തന്നെ അവരെ പച്ചക്കറി പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങാൻ വന്ന സീനുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഓൾ ടൈം ഫേവറേറ്റ് സീനാണ്. അത് വൺ കോമഡി സീൻസ് ഒക്കെ ലാലേട്ടൻ പൊളിച്ച. അവരാ എരിവും പുളിയുള്ള എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. പിന്നെ എന്താന്ന് വെച്ചാൽ 2 പേരും അങ്ങോട്ടും പറയണത്. അതന്ന് ആരും അങ്ങനത്തെ ഒരു ഡയലോഗ് എഴുതാൻ തരുന്നില്ല. ഫാസിലായതുകൊണ്ട് കുഴപ്പമില്ല, 2 പേര് ഒരേ കോസ്റ്റ്യൂം. ഒരാൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ മമ്മൂട്ടി പറയണു, എന്റെ ഈ ചളിങ്ങിയ മൂക്കും മത്തങ്ങ കവളെന്ന് മോഹൻലാലിനോട് പറയണു. മൂക്കിനെ പറ്റി ത്രികോണ നടത്തു വിടവ് കാട്ടിയിട്ടുള്ള ചിരി എന്നുള്ളത് മോഹൻലാൽ ഡയറക്റ്റ് പറയുന്നു. ആ സിനിമ ഗംഭീര വിജയമായിരുന്നു. അത് ക്ലാഷിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ ആയിരുന്നു. ഭയങ്കര രസമായിട്ടുള്ള സിനിമ തന്നെയാണ്.
സമറിൻ ബത്ലേഹം നമ്മുടെ ഒരുപാട് എപ്പിസോഡ്സില് നമ്മുടെ ഒരുപാട് സെഗ്മെന്റ്സിലെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്പിൻ ഓഫ് ചെയ്ത് ലാലേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി ക്യാരക്ടറിനെ പറ്റി ലാസ്റ്റ് പറഞ്ഞു. 27 വർഷമായല്ലോ. അപ്ഡേറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് റിലീസിന്റെ പിന്നെ നമ്മള് ഏതൊക്കെയോ വീഡിയോസിൽ നമ്മൾ കലാഭവന്റെ ക്യാരക്ടറിനെ പറ്റി എടുത്തു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മൂവിയാണ്. ഒരു ഫെസ്റ്റിവൽ മൂഡുള്ള ശരിക്കും ഒരു ഫെസ്റ്റിവൽ റിലീസ് ഇതുള്ളത്. മെയിൻ കാസ്റ്റ് വരുന്നത് സുരേഷ് ഗോപി, ജയറാം, ആ രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കരമാണ്. അതേപോലെ തന്നെ കലാഭവമണി, മഞ്ജു വാര്യർ, സിനിമയുടെ നട്ടില് മഞ്ജു വാര്യരാണ് പ്രധാനം. അത് ആ സിനിമ അന്ന് വന്നേക്ക് മഞ്ജു വാര്യർ അല്ലാണ്ട് വേറൊരാളില്ല അത് ചെയ്യാൻ. പിന്നെ അതില് വന്ന ഗസ്റ്റ് റോള്, അതായത് ലാലേട്ടന്റെ ക്യാമിയോ, നിരഞ്ജൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ സിനിമയിലത്തെ കോമഡി കാര്യങ്ങളൊന്നും പറയണ്ട. സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിക്കുന്ന രഞ്ജിത്താണ്. അപ്പോ സിനിമയുടെ സ്റ്റോറി ഐഡിയ വേണുഗോപാലിയാണ് കേൾക്കുന്നത്. സിബിമല രഞ്ജിത്ത് ടീമിന്റെ ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ മായാമയൂരം അവര് ഇതിൽ വന്ന സംഗതിയാണ്. അപ്പൊ ഈ സിനിമ ഫെസ്റ്റിവൽ മൂഡിൽ വന്ന് ഫെസ്റ്റിവൽ റിലീസിൽ വന്ന് ഭയങ്കരമായിട്ടുള്ള വിജയമായിട്ടുള്ള. പക്ഷെ സിനിമയിൽ എടുത്തു പറയേണ്ടത് മ്യൂസിക്, സംഗീതമാണ്. വിദ്യാസാഗർ, അതെ അതെ, എല്ലാ പാട്ടുകളും ഒന്നിനൊന്നും. വിദ്യാസാഗർ, ഗിരീഷ് പുത്തഞ്ചേരി ടീം. അത് തുടക്കത്തിലെ ഫസ്റ്റ് ട്രാക്ക് മുതൽ എത്രയോ ജന്മായ മുതൽ ലാസ്റ്റ് വരുന്ന ട്രാക്ക് വരെ, കുന്നിമണിക്കൂട്ടിൽ വരെ എല്ലാ ട്രാക്കും അതിമനോഹരം. നമ്മളിങ്ങനെ നമ്മുടെ എന്താ പറയാ വയസ്സിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഓരോ സോങ് ഇഷ്ടമാവുന്നുണ്ടാവുക. ആ സിനിമ ഇറങ്ങിയ സമയത്ത് കൺഫ്യൂഷൻ തീർക്കാനായിരുന്നു ഭയങ്കര. ആ സിനിമയും ഈ ക്ലാഷിൽ ഇറങ്ങിയും അതേപോലെ, അതായത് ഇറങ്ങിയ സിനിമകൾ എല്ലാം വിജയിക്കാന്നുള്ള തരത്തിലുള്ള ഒരു ക്ലാഷ് റിലീസ് ആയിരുന്നു. അതും ഇതും സംരംഭത്തിലും നമുക്കറിയാം ഇപ്പോ 27 വർഷത്തിന് ശേഷം റിലീസിലേക്ക് വരികയാണ്. കാരണം മറ്റേ സിനിമയിൽ ലാലേട്ടൻ, മമ്മൂക്ക, ഇതിൽ ജയറാം, സുരേഷ് ഗോപി, ഒരു ഭയങ്കര മൾട്ടി സ്റ്റാർ പടം തന്നെയാണ്. പിന്നെ ലാലേട്ടൻ കൂടെ ഉള്ളത്. അടുത്തായിട്ട് പറയുള്ളത് നമ്മുടെ പഞ്ചാബി ഹൗസ്, റാഫി മക്കാട്ടിന്റെ തിരക്കഥ സംവിധാനത്തിൽ വന്ന സിനിമ. സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, കഥ റാഫി മക്കാട്ട്. അത് റാഫി മക്കാട്ടിന്റെ ഫസ്റ്റ് സിനിമയ്ക്ക് ശേഷം ഇത്രയും വിജയമായി തീർന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കരിയറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ. ഈ സിനിമ അന്നത്തെ ക്ലാഷുകളിൽ എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകർ ഏറ്റവും ആൾക്കാർ റിപ്പീറ്റ് കണ്ട ഒരു സിനിമകളിൽ ഒന്നാണ്. സിനിമയുടെ കാസ്റ്റ് ദിലീപ്, ഹരിശേഷൻ, അവര് ആദ്യം പറയാം. അടുത്തത് ജനാർദ്ദനൻ, ലാല്, ഇന്ദ്രൻസ്, NF വർഗീസ്, തിലകൻ, പിന്നെ നായികമാരായിട്ട് ജോമോൾ, മോഹിനി എന്നുള്ളവർ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയുടെ കോമഡി ട്രാക്ക് തന്നെ ആയിരുന്നു. അതായത് ഹരിശേഷൻ വന്ന മുതൽ ഉള്ള സംഗതി. അത്ര നേരം ഒരു ഭയങ്കര ട്രാജിക് ആയിട്ട് വളരെ ഒരു ദുരന്തത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഫ്രെയിം മുതൽ നായകൻ ഭയങ്കര ബുദ്ധിമുട്ടില് അയാൾ സഫർ ചെയ്യുന്നത്. വെള്ളത്തിൽ ചാടിയതിനു ശേഷമാണല്ലോ പിന്നെ. അതെ, കാരണം ഒരു ചെറുപ്പക്കാരൻ ജീവിക്കാൻ ഒരു വഴിയില്ലാതെ അയാളെ സ്ട്രഗിൾ, അയാൾ ആത്മഹത്യ നടത്താനുള്ള സിനിമ തുടങ്ങുന്നത്. അതെ, ആ പാട്ടിന്റെ ഫസ്റ്റ് ആ പാട്ടിലാണ് എഴുത്ത് വിടുന്നത്. എഴുത്തുവിടുമ്പോ ദിലീപ് ഒരു വെള്ളയും ഡ്രസ്സ് എല്ലാം മറക്കാം. അതില് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ സംഗീത സംവിധായകൻ സുരേഷ് പീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അതേപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എഴുത്തു വിടുന്നതും അതിലാണ്. ആ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ സിനിമ. ആദ്യം തന്നെ നായകൻ മരിച്ചതാണല്ലോ. പക്ഷെ മുതലാളി ജഗ 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 പറഞ്ഞിട്ട് വരുന്നിടത്താണ് പടം ട്രാക്ക് മാറുന്നത്. ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്സ് പറയാം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അല്ല, എനിക്ക് ഒരുപാട് ഡയലോഗ്സ് പറഞ്ഞാൽ ഹരിശേഷന്റെ എത്ര റിപ്പീറ്റ്, എന്താ പറയുക, ചോറേ അത് തീരുമ്പോ പണി തരാം. അതൊക്കെ നമ്മള് ലൈഫിൽ തന്നെ പറഞ്ഞ് യൂസ് ചെയ്യുന്ന ഡയലോഗ്സ് ആണല്ലോ. നിങ്ങൾക്ക് ആരാണ് നന്നായി ഷൂപ്പ്? അത് മറ്റേതല്ലേ, മറ്റേ ഇവനാ ഇവിടെ പാറാവുകാരന് അല്ല, അപ്പൊ ഇവന്റെ ചെലവ് അതൊരു അവതാരിക എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചാബി ഹൗസിലോട്ട് ചെല്ലുന്നു, അവർ ബോട്ട് വിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു ഇഷ്ടംപോലെ ഡയലോഗ്സ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ദിലീപിനെ അവരെയൊക്കെ കാണിക്കുമ്പോ അവർ മലയാളീസ് ആണ്. പക്ഷെ ഓപ്പോസിറ്റുള്ള ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹിന്ദിക്കാരെ. ആ ഹിന്ദിക്കാരനെ ഇവിടെ മലയാളീസ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് ഫസ്റ്റ് കാണിക്കുന്ന ഒരു എടാ
തലയില് കെട്ടിട്ട് പറഞ്ഞ ഡയലോഗില് ജനാർദ്ദനം പറയുന്നത് ഇത് ആ ഡയലോഗ് മതി ഇവരെ ഇവിടെ ഇത് ഇത്രയും വർഷമായിട്ട് ഇവിടെ അവർക്ക് കേരളത്തിനെ പറ്റി എത്ര അറിയുന്നുണ്ട് എന്നുള്ളത്. ആശാന്റെ ആശാന്റെ പാട്ട് തെറ്റാണ് പാടാറുണ്ട്. ഇതിപ്പോ മറ്റു ഇൻഡസ്ട്രിയിലായിരുന്നെങ്കിൽ എനിക്ക് മലയാളം കുറച്ച് അരിയും വന്നിട്ടുണ്ടാവുക. പിന്നെ സംഗീതത്തിന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ അതിലാ പഞ്ചാബി കളറുന്ന സോങ്സ് ഉണ്ടല്ലോ, അത് വളരെ എടുത്തു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് കേൾക്കുമ്പോ തന്നെ ഒരു നമുക്കൊരു മലയാളം പാട്ടല്ല. സുരേഷ് പീറ്റേഴ്സ് എന്ന് പറഞ്ഞ എ.ആർ. റഹ്മാൻ സ്കൂളിൽ നിന്നുള്ളതാണ്. എ.ആർ. റഹ്മാന്റെ ശിഷ്യനാണ്. പിന്നെ വേറൊന്നും പറയാനില്ലല്ലോ. അതുപോലെ ഈ ചിക്ക് ബുക്ക് റൈലെ പാടിയത് മൂപ്പരാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇതാണ്. ഇപ്പൊ നമ്മള് ലാലേട്ടന്റെ രാവണപ്രഭു ഒക്കെ സുരേഷ് പീറ്റേഴ്സ് ആണ്. അപ്പൊ പാണ്ടിപ്പട സുരേഷ് പീറ്റേഴ്സ് ആണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇതുള്ള ആളാണ്. സിനിമ അതുപോലെ തന്നെ ഡബിൾ ഹീറോയിൻ സബ്ജക്ട് ലാസ്റ്റ് ആവുന്ന സമയത്ത് ഇയാളെ എന്താ ചെയ്യാന്ന് നമുക്ക് തന്നെ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് ക്ലൈമാക്സും കുറച്ച് ഇമോഷണൽ ആയിട്ട് നമുക്ക് എടുത്തു പറയുന്ന ഒരു സീൻ നമ്മുടെ ഹാരിസ് റഷീദ് ആ കല്യാണത്തിൽ റിങ് കൊടുക്കുന്ന സീൻ ഉണ്ടല്ലോ, അത് ഇത് നിന്റെ അതില് കൊറേ അന്ന് കേട്ട കുറെ കോമഡികൾ ഇന്ന് സീരിയസ് ആണ്. എനിക്ക് വീടില്ല എന്ന് പറയുന്ന സാധനം അയാൾക്ക് ഒന്നുമില്ല. അത് നമ്മൾ അന്ന് മറ്റേ നാടോടികാരന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ദാരിദ്ര്യം തൊഴിലില്ലായ്മ അന്നത്തെ സിനിമകൾ പറയുന്നുണ്ടായിരുന്നു. ഇമോഷൻസ് തമാശ കൂടെ പറഞ്ഞ അത് കുറച്ചും കൂടി അധികം ഇമോഷണൽ ആയിട്ട്. പിന്നെ അത് ക്ലൈമാക്സിൽ ഇപ്പൊ കുറെ ആൾക്കാർക്ക് ആ ക്ലൈമാക്സിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മരിച്ചു, കല്യാണം വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സംഗതി ഉണ്ട്. ഈ സിനിമ ക്ലാഷ് റിലീസുകൾ ഇപ്പൊ 3 സിനിമകൾ പറഞ്ഞതിലും പഞ്ചാബി ഹൗസിന്റെ സ്ഥാനം വേറെയാണ്. മൂന്നും ജോണറാണ്. റിപ്പീറ്റ് വെട്ടത്തിന്റെ കാര്യം എപ്പോഴും മീൻ എടുത്തു കഴിഞ്ഞാൽ രമണൻ